friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ വേവ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ 15ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. അതിന്റെ വെയിറ്റേജ് വരുന്നത് 4 മാർക്കാണ്. പക്ഷെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഈ ചാപ്റ്ററിൽ വേവ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എന്താണ് വേവ് എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? വേവ് എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസ് ആണ് അല്ലെ. അതായത് ഡിസ്റ്റർബൻസ് വിച്ച് മൂവ് വിത്തൗട്ട് ദി ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്ഫർ ഓർ ഫ്ലോ ഓഫ് മാറ്റർ ആസ് എ ഹോൾ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വേവ് എന്ന് പറയാം. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല, എനർജി മാത്രമായിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് ഡിസ്റ്റർബൻസസ് വിച്ച് മൂവ് വിത്തൗട്ട് ദി ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. മാറ്റർ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു പോണ്ടിനകത്ത് ഒരു കല്ലിട്ട് കഴിഞ്ഞാല് ആ കല്ലിടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അവിടുത്തെ ആക്ച്വൽ പാർട്ടിക്കിൾസ് എന്താണ്? വെള്ളമാണ്. വെള്ളം എന്ത് ചെയ്യുന്നില്ല? അത് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് എന്ന് പറയുന്നത്. ഡിസ്റ്റർബൻസസ് വിച്ച് മൂവ് വിത്തൗട്ട് ദി ആക്ച്വൽ ഫിസിക്കൽ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ, ഇറ്റ് ഈസ് കോൾഡ് വേവ്സ്. ഓക്കെ, ഇനി 3 തരത്തിലുള്ള വേവ്സ് ആണുള്ളത്. ഒന്ന് മെക്കാനിക്കൽ വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, മാറ്റർ വേവ്സ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതായത് ദ വേവ്സ് വിച്ച് ഗവേൺഡ് ബൈ ന്യൂട്ടൺസ് ലോ ആൻഡ് റിക്വയർ എ മെറ്റീരിയൽ മീഡിയം ഫോർ ദെയർ പ്രൊപ്പഗേഷൻ ആർ കോൾഡ് ഡാഷ്. അതായത് ദ വേവ്സ് ഗവേൺഡ് ബൈ ന്യൂട്ടൺസ് ലോ, ന്യൂട്ടൺസ് ലോ ഗവേൺ ചെയ്യുന്നതാണ്. ആൻഡ് റിക്വയേഴ്സ് മെറ്റീരിയൽ മീഡിയം. അപ്പൊ ഏത് വേവിനാണ് മെറ്റീരിയൽ മീഡിയം ആവശ്യമായിട്ടുള്ളത്? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം ആവശ്യമായിട്ടുള്ള വേവ് ഏതാണ്? യെസ്, ദാറ്റ് ഈസ് മെക്കാനിക്കൽ വേവ്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, വെള്ളത്തിൽ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുന്നത്? മെക്കാനിക്കൽ വേവ്സ് ആണ് അല്ലെ. അതായത് വാട്ടർ വേവ്സ്. ഇനി സൗണ്ട് വേവ്സ് നമുക്കറിയാം, സൗണ്ടിന് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയം ആവശ്യമാണ്. അതുപോലെ തന്നെ സീസ്മിക് വേവ്സ്, ഇവയെല്ലാം എന്താണ്? മെക്കാനിക്കൽ വേവ്സ് ആണ്. അപ്പോ മീഡിയം ആവശ്യം ആയിട്ടുള്ള വേവ്സ് ആണ് എന്ത്? മെക്കാനിക്കൽ വേവ്സ്. അടുത്ത ടൈപ്പ് ഓഫ് വേവ്സ് ഏതൊക്കെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും മാറ്റർ വേവ്സും ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ വേവ്സ് വിച്ച് നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ ദർ പ്രൊപ്പഗേഷൻ ആൻഡ് ട്രാവൽ ത്രൂ വാക്വം അറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ആർ ഡാഷ്. അതായത് മെറ്റീരിയൽ മീഡിയം ആവശ്യമില്ലാത്തതും അതുപോലെ തന്നെ വിച്ച് ട്രാവൽസ് ത്രൂ വാക്വം അറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ സ്പീഡിൽ വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ കഴിയുന്നത് ഏത് ടൈപ്പ് ഓഫ് വേവ്സ് ആണ്? യെസ്, ദേ ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതുകൊണ്ടാണ് ലൈറ്റ് വേവ്സ് ഒക്കെ സണ്ണിൽ നിന്ന് നമ്മൾ എർത്തിലേക്ക് എത്തുന്നത് അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? ലൈറ്റ് വേവ്സ് ഒന്നും എർത്തിലേക്ക് എത്തില്ല. ഓക്കെ, സോ ദ വേവ്സ് വിച്ച് നോട്ട് റിക്വയർ എനി മീഡിയം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തു മനസ്സിലാക്കാം? യെസ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് മീഡിയം ആവശ്യമില്ലാത്ത type of waves. Then next question is the waves associated with moving electrons, protons, neutrons and other fundamental particles. അതിന് എന്താണ് പറയുന്നത്? matter waves. അതായത് waves associated with moving electrons, protons, neutrons. അപ്പോൾ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസും ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവ് ആണ് matter waves. ഈ 3 ടൈപ്പ് ഓഫ് വേവ്സ് ഒന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ്. എന്തൊക്കെയാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് മെക്കാനിക്കൽ വേവ്സിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ്സ്, അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഈ 2 തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഒരു ട്രാൻസ്വേഴ്സ് വേവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ അതിനകത്ത് ഉണ്ടാവുന്ന കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ മീഡിയം ഓസിലേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ കഴിയും, ഒരു വേവ് ട്രാവൽ ചെയ്യുന്നതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിനകത്തുള്ള പാർട്ടിക്കിൾസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സച്ച് ടൈപ്പ് ഓഫ് വേവ്സ് ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. അതായത് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്സ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ മീഡിയം ഓസിലേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഒരു എൻഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ സ്ട്രിങ് ഒന്ന് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ടാവുന്ന വേവ്സ്, അതായത് ദാറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ മീഡിയം. ഓക്കെ, അതായത് അത്തരം വേവ്സിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയാം. അതായത് ദ ട്രാവൽ ഇൻ ദ ഫോം ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. അപ്പൊ അത്തരം വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അവിടെ ക്രസ്റ്റും ട്രഫും ഫോം ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ
ട്രാൻസ്വേഴ്സ് വേവ്സ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ഓൺലി ഇൻ സോളിഡ്സ് ആൻഡ് സ്ട്രിങ്സ്. അതായത് ഫ്ലൂയിഡ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരം ട്രാൻസ്വേഴ്സ് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. അത് സോളിഡ്സിലും അതുപോലെ തന്നെ സ്ട്രിങ്സിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്, അവയുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് പാർട്ടിക്കിൾസ് will be perpendicular to the direction of propagation of wave ആയിരിക്കും. ഓക്കെ, അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. വൈബ്രേഷൻസ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, അതേപോലെ തന്നെ ലൈറ്റ് എല്ലാം ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്രസ്റ്റും ട്രഫും ഫോം ചെയ്തുകൊണ്ടാണ്. അപ്പൊ അത്തരം വേവ്സിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ പ്രത്യേകതകൾ? The next question is write the characteristics of longitudinal waves. അപ്പോൾ ഒരു longitudinal വേവിനകത്ത് constituents of the medium oscillate along the direction of wave propagation. അതായത് ഒരു വേവ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടായിരിക്കും അതിനകത്ത് എന്തുണ്ടാവുന്നത്, the constituents of the medium will be traveling. ഓക്കെ, അപ്പൊ അത്തരം കേസിന് എക്സാമ്പിൾ ആണ്, അതായത് സൗണ്ട് വേവ്സ്. നമുക്കറിയാം സൗണ്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതായത് സൗണ്ടിന്റെ ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ ഫോം ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും, കംപ്രഷൻസും റാർഫാക്ഷൻസും ആയിരിക്കും. അതായത് ഹൈ പ്രഷറുള്ള റീജിയൻസും ലോ പ്രഷറുള്ള റീജിയൻസും ആയിരിക്കും ഫോം ചെയ്യുന്നത്. നോട്ട് ക്രസ്റ്റ് ആൻഡ് ട്രഫ്, അതായത് ക്രസ്റ്റിനും ട്രഫിനും പകരം ഇവിടെ ഫോം ചെയ്യുന്നത് എന്താണ്, ഹൈ പ്രഷറും ലോ പ്രഷറും അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റിയും ലോ ഡെൻസിറ്റിയും ഉള്ള റീജിയൻസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ദേ ആർ കോൾഡ് compressions and rarefactions. അപ്പൊ അവയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, they travel in the form of compressions and rarefactions. Then longitudinal waves can propagate in all elastic media, അതായത് സൗണ്ട്, ലിക്വിഡ്, ഗ്യാസസ് എല്ലാ കേസസിലും എന്ത് ചെയ്യാൻ പറ്റും, they can propagate ചെയ്യാൻ മീൻസ് they can travel. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക, സൗണ്ട് വേവ്സ്, then vibrations in a string ആണ്. അപ്പൊ അവ തമ്മിലുള്ള ഡിഫറൻസസ് എങ്ങനെ പറയാം, ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓർ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിലെ കേസിന് എന്താണ് വരുന്നത്, ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, അതായത് ദാറ്റ് വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ആയിരിക്കും. ദെൻ transverse waves in the case they form crust and trough. Then in longitudinal they form condensations and rarefactions. Then examples are vibrations in a string, then light. അതായത് transverse waves ന് എക്സാമ്പിൾസ് ആണ്. എന്നാൽ വൈബ്രേഷൻസ് ഓഫ് ട്യൂണിംഗ് ഫോക്ക് അതുപോലെ തന്നെ സൗണ്ട് വേവ്സ് എല്ലാം എന്താണ് കാണുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. അപ്പൊ അത്രയും ഒന്ന് ഓർത്തിരിക്കുക. Next question is, given below are some examples of wave motion. State in which each case if the wave motion is transverse, longitudinal or a combination of both. So here some examples of wave motion are given. Adinagath here we have to find which type of motion is that. That means transverse, longitudinal or combination of both. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ ട്രാൻസ്വേഴ്സ് ആണോ ഇനി രണ്ടും കൂടി ഉള്ള കോമ്പിനേഷൻ ആണോ ഇത്തരം വേവ്സ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, മോഷൻ ഓഫ് എ കിങ്ക് of a particle in a longitudinal spring produced by displacing one end of the spring sideways. So മോഷൻ ഓഫ് എ കിങ്ക് ആണ്, അതായത് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ആണ് ഇൻ എ ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്രിംഗ്. ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്രിങ്ങിന്റെ കേസിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്പ്ലേസിങ് വൺ എൻഡ് ഓഫ് ദ സ്പ്രിംഗ്. അതായത് നമ്മളൊരു സ്പ്രിങ്ങിനെ ഒരു സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് മോഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് മോഷൻ ആണ്, അതായത് ട്രാൻസ്വേഴ്സ് ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ അതോ രണ്ടും ചേർന്ന് വരുന്ന ടൈപ്പ് ഓഫ് വേവ് ആണോ ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്രിംഗ് ആണ് വെച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, അതിന് പാരലൽ ആയിട്ടും പെർപെൻഡിക്കുലർ ആയിട്ടും എന്തുണ്ടാവും, പ്രൊപ്പഗേഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ, രണ്ട് രീതിയിലും അത് മൂവ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് ബോത്ത് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ വേവ്സ് ഫോം ചെയ്യും, ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സ് വേവ്സും ഫോം ചെയ്യും. ഓക്കെ, അടുത്ത കേസ്, വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സിലിണ്ടർ കണ്ടെയ്നിങ് എ ലിക്വിഡ് ബൈ മൂവിങ് ഇറ്റ്സ് പിസ്റ്റൺ ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പൊ ഒരു ലിക്വിഡിനകത്ത് ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്, അത് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് വിച്ച് ടൈപ്പ് ഓഫ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സിലിണ്ടർ. ഓക്കെ, അപ്പൊ ലിക്വിഡിന്റെ കേസിലാണ്. അപ്പൊ അത് എത്ര ഏത് വേവ് ആയിരിക്കും ഫോം ചെയ്യുന്നത്, യെസ് ദാറ്റ് വിൽ ബി longitudinal waves. Next question is waves produced by a motor boat sailing in water. അതായത് waves produced by motor boat, ഒരു മോട്ടോർ ബോട്ട് കാരനാണ് sailing in water. അപ്പോൾ അവിടെ ഏത് ടൈപ്പ് വേവിനാണ് പോസിബിലിറ്റി ഉള്ളത്,
യെസ് ദർ വിൽ ബി, അതായത് രണ്ട് രീതിയിലും ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള വേവ്സ് ഫോം ചെയ്യും. കാരണം അത് വാട്ടറിന് പാരലൽ ആയിട്ടും പെർപെൻഡിക്കുലർ ആയിട്ടും അതിന് മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. സോ വി ക്യാൻ സേ ദാറ്റ് ബോത്ത് longitudinal and transverse waves will be formed. Next case is ultrasonic waves in air produced by a vibrating quartz crystal. അതായത് അൾട്രാ സോണിക് ആയിട്ടുള്ള വേവ്സ് ആണ് ഇൻ എയർ പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്റിംഗ് ക്വാർട്സ് ക്രിസ്റ്റൽ. അത് ഏതായിരിക്കും? അതായത് വൈബ്രേഷൻ ആണ് ഉണ്ടാവുന്നത്, അൾട്രാസോണിക് വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എയറിലാണ്. സോ ദാറ്റ് വിൽ ബി ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആയിരിക്കും. ഇനി ലാസ്റ്റ് വൺ ഈസ് ദ വേവ്സ് ഇൻ എൻ ഓഷ്യൻ. ഓഷ്യനിൽ ഏതൊക്കെ ടൈപ്പ് വേവ്സ് ആണ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത്? അവിടെ നോർമൽ കേസിൽ നമ്മൾ പറഞ്ഞു, നേരത്തെ കേസിൽ എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറഞ്ഞു. ഇനി വാട്ടർ, അതായത് വേവ്സ് ഫോംഡ് ഇൻ എൻ ഓഷ്യൻ എന്ന് അവിടെ ഒരു പെർട്ടിക്കുലർ കേസ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മളൊരു സ്റ്റോൺ ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് ട്രാൻസ്വേഴ്സ്. പക്ഷെ ഇവിടെ എന്താണ് പ്രോസസ് എന്ന് പറയാത്തത് കൊണ്ട് എന്തൊക്കെ വേവ്സും അതിൽ ഫോം ചെയ്യാൻ പറ്റും വാട്ടറിനകത്ത്? യെസ്, ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ആർ പോസിബിൾ. സോ ദ ആൻസർ ഈസ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is what is a traveling wave or a progressive wave? എന്താണ് ഒരു ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് വേവ് എന്നുള്ളതാണ്. A wave transverse or longitudinal is said to be traveling or progressive if it travels from one point of the medium to another. അതായത് ഒരു മീഡിയത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ if it is propagating, അതായത് ട്രാവൽ ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, that will be both transverse or longitudinal. ഏത് വേവ്സ് ആണെന്നുണ്ടെങ്കിലും that should travel from one point to another point. Next question is write the displacement relation for a progressive wave traveling along the positive direction of the x-axis and explain the terms. Okay, അതായത് the displacement relation ആണ് ഒരു പ്രോഗ്രസീവ് വേവിന്റെ, അതായത് ഒരു ട്രാവലിംഗ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഉണ്ടാവുന്ന ഒരു ട്രാവലിംഗ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ വൈ എക്സ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വൈ എക്സ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഈ ഇക്വേഷൻ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. അതിലത്തെ ഓരോ ടേംസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. വൈ എക്സ് ടി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എ ഇസ് the amplitude, kx minus omega t plus phi എന്ന് പറയുന്നത് phase ആണ്. k is the wave number or propagation constant. രണ്ട് പേരിലും അറിയപ്പെടാറുണ്ട്. k അതായത് wave number അല്ലെങ്കിൽ propagation constant ആണ്. omega is the angular frequency and phi is initial phase angle or phase constant. Okay, next question is write the displacement relation for a progressive wave traveling along the negative direction of the x-axis. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ ഉള്ളതാണ് നേരത്തെ കണ്ടത്. അതായത് y x t is equal to a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നുള്ളത്. ഇനി നെഗറ്റീവ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? വൈ എക്സ് ടി ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അപ്പൊ അവിടെ കെ എക്സിന് ശേഷം എന്താവും? പ്ലസ് ഒമേഗ ടി ആവും. അപ്പൊ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. നെക്സ്റ്റ് വി ഹാവ് റൈറ്റ് ദി ഇക്വേഷൻ ഫോർ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓർ ആംഗുലാർ വേവ് നമ്പർ. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ്, അതായത് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അത് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആംഗുലാർ വേവ് നമ്പർ കാണുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. കെ ഇസ് ഈക്വൽ ടു 2π by lambda. കെ ഇസ് ഈക്വൽ ടു 2π by lambda. അപ്പൊ അതിന്റെ SI യൂണിറ്റ് എന്തായിരിക്കും? റേഡിയൻ പെർ മീറ്റർ ഓർ റേഡിയൻ പെർ മീറ്ററിനെ എങ്ങനെ എഴുതാം? റാഡ് പെർ മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി അതായത് കെ ഇസ് ഈക്വൽ ടു 2π by lambda ഇക്വേഷൻ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് ദി ഇക്വേഷൻ ഫോർ ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി എന്താണ്? ഒമേഗ അല്ലെ. ഒമേഗ ഇസ് ഈക്വൽ ടു 2π by t എന്ന് എഴുതാം. സോ ഒമേഗ ഈക്വൽ ടു 2π by t ആണ്. ഇനി ഈ 1/t എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ന്യൂ അല്ലേ. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2π ന്യൂ. 1/t ക്ക് പകരം നമ്മൾ ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒമേഗ വിൽ ബി ഈക്വൽ ടു 2π ന്യൂ. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. അതായത് ഒമേഗ ഈക്വൽ ടു 2π by t ആണ്, അല്ലെങ്കിൽ 2π ന്യൂ ആണ്. ഇനി അതിന്റെ SI യൂണിറ്റ് എന്തായിരിക്കും? റേഡിയൻ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് എ ന്യൂമറിക്കൽ. അതായത് എ വേവ് ട്രാവലിംഗ് along string is described by yxt is equal to 0.005 sin 80.0x minus 3.0t, in which the numerical constants are in SI units. That is,
സോ ഹിയർ വി ഹാവ് എ ട്രാവലിംഗ് വേവ്, അതായത് ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആണ് y(xt) = 0.005 sin 80.0x minus 3.0t എന്ന് പറയുന്നത്. അതിനകത്തുള്ള കോൺസ്റ്റന്റ്സ് എല്ലാം എന്താണ്, SI യൂണിറ്റിലാണ്. അതായത് 0.005 മീറ്റർ, then 80.0 radian per meter and 30 radian per second ആണ്. Here we have to calculate the amplitude, wavelength, the period and frequency of the wave, then calculate the displacement y of the wave at a distance x is equal to 30 centimeter and time t is equal to 20 seconds. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതിയതിനു ശേഷം അതിന്റെ ജനറൽ എക്സ്പ്രഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അതായത് y(xt) = 0.005 sin 80.0x minus 3.0t ആണ്. അതിന്റെ ജനറൽ എക്സ്പ്രഷൻ ഫോർ എ ട്രാവലിംഗ് വേവ് എന്ന് എഴുതാം. y(xt) = a sin kx minus omega t plus 5 എന്നുള്ളതാണ്. ഇനി ഇതിലത്തെ ടേംസിനെ കമ്പയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് കേസിൽ കാണേണ്ടത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് അല്ലെ. സോ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, a ആണ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.005 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് ഈസ് വേവ് ലെങ്ത്. അപ്പോ വേവ് ലെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് k അറിയാം, അതായത് k = 2π/λ ആണ്. ഇനി k യുടെ വാല്യൂ എത്രയാണ് ഇതിൽ, സൈൻ kx മൈനസ് ഒമേഗ ടി ആണ്. അപ്പൊ k എന്ന് പറയുന്നത് എത്രയാണ്, 80 ആണ്. സോ k = 80 റേഡിയൻ പെർ മീറ്റർ. അതിൽ നിന്ന് k = 2π/λ ആണ്. സോ 2π/λ വിൽ ബി ഈക്വൽ ടു 80. അതൊന്ന് ലാംഡ കാണാമല്ലോ, റീഅറേഞ്ച് ചെയ്താൽ മതി. അതായത് λ × 80 = 2π എന്ന് വരും. So lambda will be equal to 2π/80. That is 0.0785 meter ആണ്, or lambda is equal to 7.85 centimeter. Okay, ഇത്രയുമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 7.85 സെന്റിമീറ്റർ ഓർ 0.0785 മീറ്റർ. അത്ര എഴുതിയാലും മതി, അത് SI യൂണിറ്റിലാണല്ലോ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. Now we can move to third question, that is C. Here what we have to calculate, here we have to find the period and frequency. So both we have to calculate period and frequency. So time period ഉം frequency കാണണം. അപ്പൊ തന്നിട്ടുള്ള ക്വാണ്ടിറ്റി എന്താണ്, ഇവിടെ ഒമേഗ എന്ന് പറയുന്ന ടേം നമുക്കറിയാം അല്ലെ. ഒമേഗ = 2π/t ആണ്. സോ ഹൗ വി ക്യാൻ റൈറ്റ്, അതായത് ഒമേഗ = ഇവിടെ എത്രയാണ്, 3 ആണ്. ഒമേഗ ടി എന്ന് പറയുന്നത് എത്രയാണ്, 3t ആണ്. അപ്പൊ സോ ഒമേഗ വിൽ ബി ഈക്വൽ ടു 3. ഇനി അതിൽ നിന്ന് ഒമേഗ = 2π/t എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 3 = 2π/t ആണ്. അങ്ങനെയാണെങ്കിൽ ടിയുടെ വാല്യൂ എങ്ങനെ കാണാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 3t വിൽ ബി ഈക്വൽ ടു 2π. സോ t വിൽ ബി ഈക്വൽ ടു 2π/3, അതായത് 2.09 സെക്കൻഡ്സ് ആണ്. ഇനി ഫ്രീക്വൻസിയും പീരീഡും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ന്യൂ = 1/t ആണ്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 1/2.09 ആണ്. ദാറ്റ് ഈസ് 0.48 ഹെർട്സ്. ഓക്കെ, now we can move to the last question. Last question എന്താ ചോദിച്ചിട്ടുള്ളത്, calculate the displacement of the wave at a distance x is equal to 30 centimeter and time t is equal to 20 seconds എന്നുള്ളതാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താണ് ഇവിടെ, y(xt) = 0.005 sin 80.0x minus 3.0t ആണ്. സോ എക്സിന്റെ വാല്യൂ എങ്ങനെ കാണാം, x is equal to 30 സെന്റിമീറ്റർ ആണ്, അതായത് 0.3 മീറ്റർ ആണ്. ഓക്കെ, സോ t is equal to 20 seconds. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, ദാറ്റ് ഈസ് y(xt) is equal to 0.005 into sin എന്ത് വരും, അതായത് 80 into t യുടെ വാല്യൂ എത്രയാണ്, യെസ് kx ആണ് അല്ലെ. സോ എക്സിന്റെ വാല്യൂ എത്രയാണ്, 3 ആണ്. സോ 80 into 0.3 minus 30 into ടിക്ക് പകരം 20 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് വാല്യൂസ് കൊടുത്തു, എക്സിന്റെയും ടിയുടെയും വാല്യൂ കൊടുത്തു, എന്നിട്ട് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത്ര മാത്രമേ ആവശ്യമുള്ളൂ y(xt) കാണാൻ. കാരണം ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഏതാണ്, y(xt) = a sin kx minus omega t plus 5 ആണല്ലോ. അപ്പൊ അതിനകത്ത് എക്സിന്റെയും ടിയുടെയും വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും, 0.005 മീറ്റർ ഇൻറ്റു സൈൻ -36 ആണ് വരുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ദാറ്റ് ഇൻറ്റു 0.005 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5 millimeter എന്നുള്ളതാണ്. അതാണ് y(xt) ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 5 millimeter ആണ്.
Now we have another question, that is derive the expression for speed of a traveling wave. How we can derive the expression for speed of a traveling wave? അതായത് ഒരു ട്രാവലിംഗ് വേവിന്റെ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക? അപ്പൊ നമുക്ക് ഇവിടെ ഒരു വേവ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, വിച്ച് ഇസ് ട്രാവലിംഗ് ഇൻ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ വിത്ത് ഇനീഷ്യൽ ഫേസ് ഫൈ ഈസ് ഈക്വൽ ടു 0. അതായത് ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വേവ് ആണ് വിത്ത് ഇനീഷ്യൽ ഫേസ് 0. ഓക്കെ, 0 ആണ്. അപ്പൊ ആ കേസിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്? സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് ആണ്. അപ്പൊ നമ്മൾ ട്രാവലിംഗ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. yxt is equal to a sin kx minus omega t എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം kx മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പോ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ എന്താ കിട്ടുക? ഡി ബൈ ഡി ടി ഓഫ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഒരു കോൺസ്റ്റന്റിന്റെ ഡിഫറൻഷ്യൽ എപ്പോഴും 0 ആയിരിക്കും. ഇനി അതിനെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. അതായത് കെ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി മൈനസ് ഒമേഗ ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അതായത് ഡി എക്സ് ബൈ ഡി ടി എന്ന് ദാറ്റ് വിൽ ബി ഈക്വൽ ടു, അതായത് ഡി ടി ബൈ ഡി ടി 1 വരും. സോ ഡി എക്സ് ബൈ ഡി ടി അതിൽ നിന്ന് എന്താ എഴുതാൻ പറ്റുക? that will be equal to omega by k. അതായത് k into dx by dt minus omega equal to 0 ആണ്. സോ dx by dt is equal to omega by k എന്ന് എഴുതാം. ഇനി ഈ dx by dt എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? വെലോസിറ്റിക്ക് ഈക്വൽ അല്ലേ. സോ v is equal to omega by k എന്ന് കൊടുക്കാം. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂവിന് ഈക്വൽ അല്ലേ. സോ v is equal to 2π ന്യൂ ഡിവൈഡഡ് ബൈ കെക്ക് പകരം എന്ത് എഴുതാം? 2π by ലാംഡ എന്ന് എഴുതാം. ഇനി അതിനകത്ത് 2π ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി വരുന്ന ഇക്വേഷൻ എന്താണ്? v is equal to ന്യൂ ഇൻറ്റു ലാംഡ എന്ന് കിട്ടും അല്ലെ. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് ലാസ്റ്റ് ഇക്വേഷൻ എങ്കിലും ഓർത്തിരിക്കുക. അതായത് v is equal to ന്യൂ ഇൻറ്റു ലാംഡ എന്നുള്ളതാണ് ഇക്വേഷൻ. v is equal to ന്യൂ ലാംഡ. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്, ലാംഡ ഇസ് ദ വേവ് ലെങ്ത് ആൻഡ് v is സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ട്രാവലിംഗ്, അതായത് സ്പീഡ് ഓർ വെലോസിറ്റി ഓഫ് എ ട്രാവലിംഗ് വേവ് ആണ്. ഓക്കെ, v is equal to ന്യൂ ലാംഡ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is write the expression for speed of a transverse wave on a stretched string. അതായത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിന് ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് കാണാനുള്ള എക്സ്പ്രഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ മീഡിയം അതായത് ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സിനെയാണ്. ഒന്ന് ലീനിയർ മാസ് ഡെൻസിറ്റിയും അതുപോലെ തന്നെ ടെൻഷനും. അപ്പൊ ഒരു വെലോസിറ്റി ഓഫ് വേവ് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിൽ നമ്മൾ കാണുമ്പോൾ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മ്യൂ എന്ന് പറയുന്ന ലീനിയർ മാസ് ഡെൻസിറ്റി, അതുപോലെ തന്നെ ടെൻഷൻ ടി, ഈ 2 ഫാക്ടേഴ്സിനാണ്. ഇക്വേഷൻ v is equal to root of t by mu ആണ്. ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, ഡെറിവേഷൻ ആവശ്യമില്ല. സോ v is equal to root of t by mu ആണ് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ കേസിൽ ഉണ്ടാവുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. v is equal to root of t by mu. അവിടെ mu എന്ന് പറയുന്നത് ലീനിയർ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതായത് mu is equal to m by l. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. mu is equal to m by l ആണ്. t എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിനകത്ത് ആക്ട് ചെയ്യുന്ന ടെൻഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ആണ്. സോ v is equal to root of t by mu. ഇനി നമുക്കൊരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റീൽ വയർ 0.72 meter long has a mass of 5.0 into 10⁻³ kilogram. If the wire is under a tension of 60 Newton, what is the speed of transverse waves on the wire? അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ആണ് നമുക്ക് കാണേണ്ടത്. തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? അതായത് സ്റ്റീൽ ഓഫ് വയറിന്റെ മീറ്റർ തന്നിട്ടുണ്ട്, അതായത് ലെങ്ത് തന്നിട്ടുണ്ട് 0.72 മീറ്റർ ആണ്. ആൻഡ് മാസ് ഇസ് ഗിവൺ, ദാറ്റ് ഇസ് 5.0 into 10⁻³ kilogram. ആൻഡ് ടെൻഷൻ ഈസ് ഗിവൺ, ദാറ്റ് ഇസ് t is equal to 60 ന്യൂട്ടൺ. സ്പീഡ് ഓഫ് വേവിനെ അതായത് സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? v is equal to root of t by mu ആണ്. അപ്പൊ നമുക്ക് ആദ്യം mu കാൽക്കുലേറ്റ് ചെയ്യണം. mu എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, അതായത് m by l. സോ 5.0 into 10⁻³ by 0.72 ആണ്. ദാറ്റ് ഇസ് 6.9 into 10⁻³ kilogram per meter ആണ്. ഇനി v എന്ന് പറയുന്നത് എങ്ങനെ കാണാം? root of t by m ആണ്. t 60 ആണ് ഡിവൈഡഡ് ബൈ 6.9 into 10⁻³. സോ v is equal to 93 meter per second. So that is the speed of wave in that transverse wave. Okay. Next again we have a numerical. അതായത് steel wire has a length of 12 meter and a mass 2.1 kilogram.
what is the tension in the wire if the speed of the transverse wave on the wire is 343 meter per second. അപ്പൊ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? എന്താണ്? സ്റ്റീൽ വയറിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 12 മീറ്റർ, മാസ് ഇസ് 2.1 കിലോഗ്രാം. ഇനി ടെൻഷൻ ഇൻ ദ സ്പ്രിംഗ് ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. സ്പീഡ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 343 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആ കേസിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ? അതായത് സ്ട്രെച്ച്ഡ് സ്പ്രിംഗിന്റെ കേസിൽ ഉണ്ടാവുന്ന സ്പീഡ് കാണാൻ, അതായത് v is equal to root of t by mu ആണ്. സോ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? വി ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ടി ആണ് കാണേണ്ടത്. അപ്പൊ ഇതിനൊന്ന് നമുക്ക് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ മ്യൂ ആണ്. നമ്മൾ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്ക്വയർ ചെയ്യുന്നേ ഉള്ളൂ. ഇനി അതിൽ നിന്ന് ടി കാണാലോ, റീഅറേഞ്ച് ചെയ്താൽ, അതായത് ടി വിൽ ബി ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു മ്യൂ എന്ന് എഴുതാം. ഇനി മ്യൂ എന്ന് പറയുന്നത് മാസ് ബൈ, അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ മാസ് ബൈ ലെങ്ത് ആണ്. സോ ഹിയർ വി സ്ക്വയർ ഇൻറ്റു എം ബൈ എൽ എന്ന് എഴുതാം. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 343 സ്ക്വയർ ഇൻറ്റു എമ്മിന് 2.1 ഡിവൈഡഡ് ബൈ എൽ 12 ആണ്. സോ വി ആർ ഗെറ്റിംഗ് 2.06 into 10 raised to 4 Newton എന്ന് കിട്ടും. So that is the tension on the wire. Okay. സോ നെക്സ്റ്റ് അഗെയിൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, അതായത് വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. അതായത് ബാക്കിയുള്ള ഇക്വേഷൻസ് നമ്മൾ കാണാൻ പോകുന്നത് സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ആണ്. അപ്പൊ സ്പീഡ് ഓഫ് സൗണ്ട് വേവ് കാണുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ ഇക്വേഷൻ, അതായത് സ്പീഡ് കണ്ടിരുന്നത് v is equal to root of t by mu ആണ്. mu is the mass per unit length, that is m by l. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്പീഡ് ഓഫ് സൗണ്ട് വേവ് എന്നുള്ളതാണ്, അതായത് എങ്ങനെയാണ് സൗണ്ട് വേവിന്റെ സ്പീഡ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പൊ അത് ഓരോ മീഡിയത്തിനകത്തും എങ്ങനെയാണ്, അതായത് ഇപ്പൊ ഡെൻസിറ്റി ഓഫ് മീഡിയത്തിനെയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെയാണ് സൗണ്ടിന്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് സ്പീഡ് ഓഫ് സൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെൻസിറ്റി ഓഫ് മീഡിയത്തെയും അതേപോലെ തന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പൊ അത് ഓരോ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച്, ഇപ്പൊ ഒരു സോളിഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്ലൂയിഡിന്റെ കേസിലാണെങ്കിലും ഗ്യാസസിന്റെ കേസിലാണെങ്കിലും എല്ലാം അത് ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു സോളിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യങ്സ് മോഡുലസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിക്വിഡിലാണെന്നുണ്ടെങ്കിൽ ബൾക്ക് മോഡുലസ് ആയിരിക്കും. ഇനി ഗ്യാസസിലാണെന്നുണ്ടെങ്കിൽ പ്രഷർ ആയിരിക്കും. അപ്പൊ ആ ഇക്വേഷൻസ്, അതിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചിരുന്നാൽ മതി. ജസ്റ്റ് ഇക്വേഷനിൽ എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്, അതായത് ലിക്വിഡും ഫ്ലൂയിഡും അതുപോലെ തന്നെ സോളിഡ് ആവുന്ന സമയത്ത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കേസിൽ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ ഫ്ലൂയിഡ് ആണ്. അതായത് ഒരു ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇക്വേഷൻ സ്പീഡ് എങ്ങനെയാണ് കാണാം? സ്പീഡ് v is equal to root of b by rho ആണ്. അതായത് b എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് ഓഫ് ദ മീഡിയം ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ആയിരിക്കും. ഇനി സെയിം കേസ് തന്നെ, അതായത് സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ സോളിഡ് ബാർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് യങ്സ് മോഡുലസ് ആണ് എടുക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഏത് കേസസ് ആണ് വരുന്നത്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിനകത്ത് അതുപോലെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ അത് ഏതാണ് വരുന്നത് അടുത്ത കേസിൽ? സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ സോളിഡ് ആവുന്ന സമയത്ത് അവിടെ ഏത് വരും? യങ്സ് മോഡുലസ് ആണ് അല്ലെ. സോ വി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് y ബൈ റോ ആണ്. അതായത് റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം, y യങ്സ് മോഡുലസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ന്യൂട്ടൺസ് ഫോർമുല ഫോർ സ്പീഡ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് ആണ്. അപ്പൊ ഒരു ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഉണ്ടാവുന്ന സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എങ്ങനെയാണ് കാണുക? അപ്പൊ അതിന് നമ്മൾ പറയുന്നത് ന്യൂട്ടൺസ് ഫോർമുല എന്നാണ്. കാരണം സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ്, അതായത് ഗ്യാസിനകത്തുള്ള സ്പീഡ് ഓഫ് വേവ്സ് എന്ന് പറയുന്നത് കണ്ടെത്തിയത് ആരാണ്? ന്യൂട്ടൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ കണ്ടൻസേഷനും അതുപോലെ തന്നെ അതായത് കംപ്രഷൻസും റയർഫാക്ഷൻസും ഐസോതെർമൽ പ്രോസസ്സസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. അതായത് ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് അവിടെ കണ്ടൻസേഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് കംപ്രഷൻസ് അതുപോലെ റയർഫാക്ഷൻസും ഐസോതെർമൽ ആണ്. അപ്പൊ അതുകൊണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് പകരം നമ്മൾ പ്രഷറാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുള്ളത്. സോ വി വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ ആണ്. പി എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ഗ്യാസ് ആണ്, റോ ഇസ് ദ ഡെൻസിറ്റി. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ഭാഗത്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.